ഇന്ന് നമ്മൾ പച്ചപ്പപ്പായ കൊണ്ടൊരു അടിപൊളി ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. ഒരു തവണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു പപ്പായയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. തൊലിയും കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലെ കഷ്ണങ്ങളാക്കി ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനിതാ പ്രഷർ കുക്കറിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി കേട്ടോ, അപ്പോഴേക്കും പപ്പായ നല്ലപോലെ വെന്ത് കിട്ടും. ഇനി വെള്ളം ചേർക്കുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. അര ഗ്ലാസ് ആയാലും മതി കേട്ടോ, കാരണം വെള്ളത്തിലൂടെ നമ്മൾ വെള്ളം പിന്നെ കളയാണ് ചെയ്യുക, അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടണ്ടല്ലോ. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ശർക്കരപ്പാനിയാണ്. ഞാനിവിടെ 2 പീസ് ശർക്കരയിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്ത് അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു വിസിൽ വന്നപ്പോൾ പപ്പായ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലെ വെള്ളം മാറ്റിയിട്ട് നമുക്കിതൊന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ട് വെക്കാം. ചൂടൊക്കെ പോയതിന് ശേഷം 2 ഏലക്ക കൂടെ ചേർത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഇത് നല്ലപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 4 വലിയ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇതിന് പകരം ഇനിയിപ്പോൾ തികച്ചും ഹെൽത്തി ആയിട്ട് ചെയ്യണമെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം, പിന്നെ മൈദ വേണമെങ്കിൽ അതെടുക്കാം. ഹെൽത്തി ആയിട്ട് ചെയ്യണമെങ്കിൽ അല്ല കേട്ടോ, മൈദ എടുക്കാം കേട്ടോ അതിന് പകരമായിട്ട്. അപ്പോൾ അത് കുറച്ച് വെള്ളത്തിൽ കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ചെറുതായിട്ട് മുറിച്ചത്, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പ് മുറിച്ചത് ചേർത്തിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് നമ്മളിവിടെ അരച്ച് വെച്ച പപ്പായ ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ആ പപ്പായയിൽ നെയ്യിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നല്ലപോലെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ശർക്കരപ്പാനി കൂടെ ചേർത്തിട്ട് നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും മധുരമൊക്കെ പിടിക്കുന്ന രീതിയിൽ നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോറിൻ്റെ മിക്സില്ലേ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോറിൻ്റെ മിക്സ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇത് കൈ എടുക്കാതെ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അതൊന്ന് തിക്കായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് 1/2 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ചേർത്തിട്ടുണ്ട്. നെയ്യൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇതിന് പകരം വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം, നെയ്യ് ഇല്ലെങ്കിൽ മാത്രം. നെയ്യിൻ്റെ ഫ്ലേവർ ആയിരിക്കും കൂടുതൽ ടേസ്റ്റ്. എന്നിട്ട് ഇതാ നല്ലപോലെ ഇളക്കിയെടുത്ത് ഇതൊന്നുകൂടെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കണ്ടോ. ഈ ഒരു പരുവത്തിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ തിക്കാക്കി എടുക്കാം, ഒന്നുകൂടെ നല്ല കട്ടിയിൽ നമുക്ക് മുറിച്ചെടുക്കണമെങ്കിൽ. അതായത് ഇതിപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ കുറച്ച് നെയ്യ് പുരട്ടിയ ഒരു പ്ലേറ്റിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മുറിക്കുമ്പോൾ നല്ല ഇത് സെറ്റായി കഴിഞ്ഞ് മുറിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ഇനി ഒരു കുറച്ചും കൂടി ഒരു കട്ടിയിൽ മുറിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ തിക്കാക്കി എടുക്കാം കേട്ടോ. കണ്ടൊരു അരമണിക്കൂർ നേരം സെറ്റ് ചെയ്യാൻ വെച്ച് തണുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ പപ്പായ കൊണ്ട് നല്ല അടിപൊളി ഹൽവയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ മുമ്പ് ചെയ്തൊരു വീഡിയോ ആണ്. ഞാൻ എൻ്റേതായ രീതിയിൽ ട്രൈ ചെയ്ത് സക്സസ് ആയൊരു റെസിപ്പിയാണ് കേട്ടോ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്